ഹായ്, വെൽക്കം ടു സെക്കൻഡ് സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വീഡിയോയിൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പലാസോ പാൻറ് സ്ട്രഗ് എന്ന് പറഞ്ഞാൽ അഥവാ കോട്ട്, അത് രണ്ടുമാണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കട്ടിങ് ആണ്. അതിൻ്റെ കട്ടിങ് ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിക്കുക. പലാസോ പാൻറിന് 2 മീറ്റർ തുണി നമ്മൾ മാറ്റിയിടുക. അപ്പോൾ 2 മീറ്റർ തുണിയിലാണ് പലാസോ പാൻറ് ചെയ്യുന്നത്. ലൂസ് പലാസോ ആണ് ചെയ്യുന്നത്. പ്ലീറ്റഡ് പലാസോ അത് വേറെ ഐറ്റംസ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് കാണിക്കും. നമ്മൾ സാധാ ലൂസ് ടൈപ്പ് പലാസോ തുണി രണ്ടായി പിടിച്ചിടുക. എന്നിട്ട് നേരെ രണ്ടായി പിടിച്ച് ഡബിളായിട്ട് മടക്കിയിട്ട് കൊടുക്കുക. മടക്കേണ്ട രീതി മനസ്സിലായെന്ന് തോന്നുന്നു. നേരെ ഡബിളാക്കി മടക്കിയിട്ട് രണ്ടായി പിടിക്കുക കേട്ടോ. പിടിച്ചിട്ട് നമ്മൾക്ക് വേണ്ട അളവിനനുസരിച്ച് ചെയ്യാം. ആദ്യം നമ്മൾ മേലെ ഭാഗം അലാസ്റ്റിക്കിനുള്ള ലൂസ് ഏറിട്ടിട്ട് അതിനൊരു തുമ്പ് കണ്ടിട്ട് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് മാർക്ക് ചെയ്യുമ്പോൾ നോക്കുക, 4 തുമ്പ് കൂടെ പെട്ടിട്ടില്ല നോക്കുക. ചിലത് ഉള്ളിൽ തുമ്പ് പെടാതെ പോകും, അത് തുമ്പിന് പെടുത്തിയിട്ട് വേണം. അപ്പോൾ അതിനനുസരിച്ച് തുമ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഇല്ല ഫസ്റ്റ് മാർക്കിങ് ചെയ്തു. അടുത്ത് നമ്മൾ ലെങ്ത് ഇറക്കം മാർക്ക് ചെയ്യാണ്. 38 ഇഞ്ച് ഇറക്കം എന്ന് പറഞ്ഞാൽ ടേപ്പ് ഞാൻ കാണിച്ചു തന്നു. 1, 2 മുതൽ ഇങ്ങനെ 38 വരെ 38 ഇറക്കം മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് സീറ്റ്, അതായത് നടാന്ന് പറയും. അത് ഏകദേശം ഒരു 12.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലെവൽ സ്കെയിൽ വെച്ചിട്ട് നേരെ ഒരു വര കൊടുക്കുക. ലെവൽ സ്കെയിൽ വെച്ച് വരയ്ക്കുക. വര കൊടുത്തിട്ട് നേരെ ഇറക്കത്തിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് മടക്കി അടിക്കാൻ ഒരു 2 ഇഞ്ച് തുമ്പ്, ഒരു 2 ഇഞ്ച് തുമ്പിന് മാർക്ക് ചെയ്യാം. അപ്പോൾ താഴ്ഭാഗം നമ്മൾ നല്ല ലൂസിലാണ് കൊടുക്കുന്നത്. മാക്സിമം കിട്ടുന്ന ലൂസ് കൊടുക്കുക. നമുക്കൊരു 30 ഇഞ്ച് ലൂസ് മതി, അത് കൊടുത്തിട്ടുണ്ട്. ഇനി വേസ്റ്റ് നോക്കുക. അരവണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് 37 കൂടെ എലാസ്റ്റിക്കിന് 10 ഇഞ്ച് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ 47 4ആക്കി പിടിക്കുക. അതായത് 11, 22, 11, 23, 46, 12 ഇഞ്ചോളം വരും. 4ആയി പിടിച്ച് 12 ഇഞ്ചിനെ ഇങ്ങനെ 4ആക്കി പിടിച്ചിട്ട് 12 ഇഞ്ച് ഇവിടേക്ക് 1 ഇഞ്ച് കൂട്ടി കൊടുക്കുക. 12 1 13 ഇഞ്ച് കൊടുക്കുക. അത് നേരെ ലെവൽ സ്കെയിൽ വെച്ചിട്ട് ഒരു വര കൊടുക്കുക. അവിടുന്ന് ഇങ്ങനെ സീറ്റിന് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ 30 ഇഞ്ച് ലൂസ് കൊടുത്തു. ഇവിടെ നമുക്ക് ഓവർ ലൂസ് വേണ്ട. അപ്പോൾ മാക്സിമം വേണ്ട ലൂസ് ഒരു 30 ഇഞ്ച് ലൂസ് മതി. 30 ഇഞ്ച് ലൂസിൽ മാർക്ക് ചെയ്തു. ഇനിയാണ് നമ്മളെ ഷേപ്പ് സ്കെയിൽ. അത് എടുത്തിട്ട് ഇതാ ഈ മാർക്കിലോട്ട് നേരെ ഷേപ്പിലൊരു മാർക്കിങ് കൊടുക്കുക. ഇനി ഒന്ന് നോക്കട്ടെ, കത്തിക്കെടുക്കുക, കട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ മാർക്കിൽ അടിക്കാനുള്ള കാണാൻ വേണ്ടിയിട്ട് വെട്ടിട്ട് കൊടുക്കുക. അലാസ്റ്റിക് വേണ്ടിയിട്ട് ഇവിടെ അലാസ്റ്റിക് ഫിറ്റ് ചെയ്യാൻ ഇവിടെ ഒരു വെട്ടിട്ട് കൊടുക്കുക. കട്ടിങ് കഴിഞ്ഞ് ഇതുപോലെ 2 പീസ് ഇങ്ങനെ വെക്കുക. ആവശ്യത്തിനുള്ള ലൂസ് കിട്ടും. ഓക്കെ, പലാസോ പാൻറ് റെഡി. ഇനി അടുത്തത് സ്ട്രഗ് അഥവാ കോട്ട്. അടുത്ത കോട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. കോട്ടിന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഒറ്റ മടക്കാക്കി പിടിക്കുക. ഒരു മടക്കിൽ പിടിച്ചിട്ട് കോട്ടിന് സെൻറ്റർ മടക്കുക. സെൻറ്റർ മടക്കിയിട്ടിട്ട് നേരെ ടേബിളിലോട്ട് നിർത്തിയിടുക. 2 കരഭാഗം പുറത്തോ കട്ടാക്കിയിട്ട് നമ്മുടെ ഭാഗത്തോട്ട് മടക്ക് ഭാഗം വരുന്ന രീതിയിൽ ഇട്ടിട്ട്
കോട്ടിൻ്റെ ലെങ്ത്ത് കണക്കാക്കിയിട്ട് ടേബിളിൽ വിരിച്ചിടുക. ലെവൽ സ്കെയിൽ എടുത്തിട്ട് 1 ഇഞ്ചിൽ അടിഭാഗം മടക്കി അടിക്കാനായിട്ട് തുമ്പിടുക. തുമ്പിട്ടിട്ട് ഒരു മാർക്ക് കൊടുക്കുക. ഇനി നമ്മളെ കോട്ടിൻ്റെ ലെങ്ത്ത് 40 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കോട്ടിൻ്റെ ലെങ്ത്ത് 40. നമ്മൾ നേരത്തെ അടിച്ച പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ ആൾക്ക് തന്നെയാണ്. അപ്പോൾ ഏകദേശം റിഗാർഡ് വരുന്നത് 8.5 ഇഞ്ചാണ് വരിക. അതിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ഒരു 15 ഇഞ്ചിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ലെവൽ സ്കെയിൽ എടുത്തിട്ട് ഒരു മാർക്കിങ് കൊടുക്കുക. ബ്ലൗസ് കട്ട് ചെയ്ത വൺ സൈഡ് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതേ വൺ സൈഡ് തന്നെ എടുക്കുക. 19 ഇഞ്ച് വൺ സൈഡ് കൊടുക്കുക. ഷേപ്പ് ആ ഷേപ്പ് തന്നെ മതി. നേരത്തെ നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്ത് കാണിച്ചു തന്നിരുന്നു. അതേ ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക. 15.75. താഴോട്ട് ഫ്ലെയർ കൊടുക്കുക. ഫ്ലെയർ മാക്സിമം ഇതിന് കിട്ടുന്ന ഫ്ലെയർ കൊടുക്കുക. ഷോൾഡർ 13 ഇഞ്ച് എടുത്തിട്ടു. 13ഉം അര ഇഞ്ച് തുന്നത്തുമ്പോൾ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് 14ൻ്റെ പകുതി 7 ഇഞ്ച് 7/14 അപ്പുറം വരുമ്പോൾ 14 വരും. റിഗാൾ റൗണ്ട് മാർക്ക് ചെയ്യുക. ബാക്ക് കഴുത്ത് അധികം ഇറക്കണ്ട. 1 ഇഞ്ച് ഇറക്കിയാൽ മതി. ഒരു 3 ഇഞ്ച് വൈഡ് കൊടുക്കുക. 6 ഇഞ്ച് വൈഡ് 3 1 ഇഞ്ച് ബാക്ക് കഴുത്ത് ഇറക്കിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്, ഫ്രണ്ട് അല്ല. ഫ്രണ്ട് നമ്മൾ കാണിക്കും. ഷേപ്പ് വരെ ഷേപ്പിൽ പരമാവധി അടിക്കാനുള്ള ഒരു 1.5 ഇഞ്ച് തുമ്പ് ഇട്ടിട്ട് ബാക്കി താഴോട്ട് മാക്സിമം ഫ്ലെയർ കൊടുക്കുക. അടിഭാഗം ഒന്ന് ലെവൽ ചെയ്യുക. അടിഭാഗം ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ മടക്കി വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ട ഫ്രണ്ട് പാർട്ട്. 2 അറ്റഭാഗം ഇങ്ങനെ പിടിക്കുക. കര തുമ്പ് ഒപ്പാക്കി പിടിച്ചിട്ട് ഇതാ 2 അറ്റഭാഗം നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്തോട്ട് നമ്മളെ ഭാഗത്തോട്ട് തിരിച്ചിടുക. കോട്ട് പല സൈസിലും കട്ട് ചെയ്യുക. കഴുത്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുക, സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രൈറ്റ് ആയിട്ടാണ്. അപ്പം നമ്മൾ 6 ഇഞ്ച് വൈഡ് പുറത്തോട്ട് ബാക്ക് പീസ് തള്ളി വെക്കുക. ഇവിടെ വിട്ടിട്ടുണ്ട്. ആ വെട്ടിനനുസരിച്ച് അടിക്കാനുള്ള 1 ഇഞ്ച് തുമ്പൂടെ കണ്ടിട്ടിട്ട് വേണം ചെയ്യാൻ. ബാക്ക് പോലെ തന്നെ താഴെ ഭാഗത്തോട്ട് ഫ്ലെയർ കൊടുക്കുക. നേരെ ബാക്ക് പാർട്ടിനോടൊപ്പം കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ബാക്ക് കഴുത്തിൻ്റെ ഇതിനനുസരിച്ച് ഒരു വെട്ടിട്ട് കൊടുക്കുക. ഫ്രണ്ട് പീസിൽ ഒരു വെട്ട് കൊടുക്കുക. മടക്കി. അപ്പോൾ കൂട്ടിൻ്റെ ബാക്ക് പീസ് ഫ്രണ്ട് പീസ് റെഡി ആയി. ഇനി വേണ്ടത് കൈ. കൈ ഫുൾ സ്ലീവാണ്. മാക്സിമം ഇതിൽ പരമാവധി കിട്ടുന്നത് നമ്മൾ എടുക്കാൻ പോകുന്നത് കിട്ടും. അപ്പോൾ നമ്മൾ അതുപോലെ ചെയ്യാം. നേരെ സെൻറ്റർ മടക്കുക. 4 ആക്കി മടക്കുക. 2 അറ്റഭാഗം അപ്പുറത്തോട്ട് ഇട്ടിട്ട് സെൻറ്റർ ഭാഗം നമ്മൾ അങ്ങോട്ടിടുക. ഒരു 3 ഇഞ്ച് കണ്ടിട്ട് താഴത്തോട്ട് ഒരു വര കൊടുത്ത് കൈ മാർക്ക് ചെയ്യുക. 21 സ്ലീവ് 21 എടുക്കുക. താഴെ ഭാഗം 8 ഇഞ്ച് ലൂസ് കൊടുക്കുക. 8 വരുമ്പോൾ അതിൻ്റെ വൺ സൈഡ് 4 ഇഞ്ച് കൊടുക്കുക. മുട്ട് ലൂസ് നമ്മൾ എടുത്തിട്ടുണ്ട് 12 ഇഞ്ച്. അതിൻ്റെ പാതി 6 ഇഞ്ചിൽ കൊടുക്കുക.
റിഗാള് 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്രോസിൽ പിടിച്ചിട്ട് 18 ഇഞ്ച് റിഗാള് കൊടുക്കുക. ഷേപ്പ് സ്കെയിൽ എടുക്കുക, നേരെ ഒരു വര കൊടുക്കുക. കൈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂട്ട് കെട്ട്. അപ്പോൾ നമ്മൾ പലാസോ പാൻറ് കട്ട് ചെയ്തു, സ്ട്രഗ് കട്ട് ചെയ്തു. മറ്റൊരു വീഡിയോയുമായിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് അടുത്ത കട്ടിങ്ങുമായിട്ട് തിരിച്ചു വരുന്നതാണ്. അതുവരെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.